വേൾഡ് മലയാളി ഫെഡറേഷന്റെ 5ാമത് ഗ്ലോബൽ കൺവെൻഷൻ ഈ മാസം 16 മുതൽ 18 വരെ ദുബായിലെ ദേര ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളെ ഒന്നിപ്പിക്കുകയും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയുമാണ് സമ്മേളനം ലക്ഷ്യമിടുന്നതെന്ന് ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാർ പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ വിശിഷ്ടാതിഥികളാകും. കൂടാതെ ഡോക്ടർ മുരളി തുമ്മാരക്കുടി, സന്തോഷ് ജോർജ് കുളങ്ങര, സയ്യിദ് മുനവർ അലി തങ്ങൾ, ആശാ ശരത്, മിഥുൻ രമേശ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിക്കും. 167 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. സ്നേഹത്തിലൂടെയും സഹകരണത്തിലൂടെയും മാറ്റത്തിന് തിരികൊളുത്താം എന്നതാണ് ഇത്തവണത്തെ കൺവെൻഷന്റെ പ്രമേയം. ആഗോള തലത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിനൊരു ആഗോള വനിതാ സമ്മിറ്റ്, ആഗോളതലത്തിൽ പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള, ഇന്നിപ്പോൾ ഈ കൺവെൻഷൻ ദുബായിൽ വെച്ച് നടക്കുന്ന സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിലെ പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച്, മടങ്ങി വരുന്ന പ്രവാസികളുടെ തൊഴിൽ സാധ്യതകളെക്കുറിച്ച്, വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ വിഷയങ്ങളെക്കുറിച്ച് ഒക്കെ വിവിധ ചർച്ചകളാണ് നടക്കുന്നത്. പ്രമുഖ പ്രവാസി മലയാളികളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഗ്ലോബൽ ഐക്കൺസ് എന്ന പ്രീമിയം ഡയറക്ടറിയുടെ ഉദ്ഘാടനം ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ വി നന്ദകുമാർ നിർവഹിക്കും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേൾഡ് മലയാളി ഫെഡറേഷൻ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽ ദാനം കൺവെൻഷൻ വേദിയിൽ വെച്ച് നടക്കും. പിന്നണി ഗായകർ നയിക്കുന്ന സംഗീത നിശ, ക്രൂയിസ് ഡിന്നർ, ഡെസേർട്ട് സഫാരി തുടങ്ങിയ വൈവിധ്യമാർന്ന വിനോദ പരിപാടികളും ഒരുക്കുന്നുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. ജീവൻ ന്യൂസ്, ദുബായ്.